ഹലോ ഹായ് അസ്സലാമലൈക്കും. എവിടെ ഞങ്ങൾ മുത്തുമണികളെ ഒക്കെ അങ്ങോട്ട് വണ്ടി പോകുന്നതാണ്. അപ്പോൾ 2-3 ദിവസമായിട്ട് നമുക്ക് വ്യൂസ് ഒന്നുമില്ല. അപ്പോൾ ഒക്കെ അവിടെ പോയിക്കണ മക്കളെ. അപ്പോൾ ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ടാണ് വന്നിക്കണം കേട്ടോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുകൊണ്ട് വ്ളോഗായിട്ടാണ് ചെയ്തിരിക്കണത് കേട്ടോ. അപ്പോൾ ഇതാക്കണ ജ്യൂസൊക്കെ അടിച്ചിട്ടുണ്ട്. മാങ്ങാ ജ്യൂസൊക്കെയാണ് കേട്ടോ മക്കളെ. എല്ലാവർക്കും ഓരിടട്ടെ കേട്ടോ. അപ്പം എല്ലാവർക്കും ഒരുപോലെ ഓരിയൊക്കെയാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ തല്ലിടും മക്കളെ. അപ്പം എല്ലാവർക്കും അളന്ന് കുറുക്കിയാണ് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആളുണ്ടല്ലോ. അപ്പം ഇതാക്കണ വ്ളോഗ് കാണിട്ടോ. നിറച്ചില്ല ക്ലാസ് നോക്കുള്ളൂ. എന്തായാലും നിറച്ചില്ല ക്ലാസ് പറ്റുള്ളൂ. വലിയ ക്ലാസ് ഒക്കെ ഒരേ ക്ലാസ്സാ പൊട്ടത്തിയേ. ഒരു ക്ലാസ് ഉപ്പാക്കും കൊണ്ടേ കൊടുക്ക്. അപ്പൊ ഇന്നിപ്പോ വെള്ളിയാഴ്ചയാണ്. കാക്കു ഇവിടെ എല്ലാ ദിവസമാണ്. അപ്പൊ ഇന്ന് സേവനവാരാട്ടോ. അവിടെയൊക്കെ ആകെ വൃത്തിയേടായി കിടക്കുക. അപ്പൊ കാക്കു ഇങ്ങനെ ഇതൊക്കെ ശരിയാക്കി തരാറുണ്ട് കേട്ടോ. ഇനി മാണല്ലോ ഡീപ്പാക്ക് ദാഹിച്ചിപ്പോ ആ ഭാഗത്തേക്കൊന്നും നോക്കണ്ട കേട്ടോ മക്കളെ. നമ്മളെ ഷെയ്മോളെല്ലാം അടിച്ചു വരിക. ഓൾ ഇവിടെയൊക്കെ അങ്ങോട്ട് അടിച്ചു വരിക്കാണ്ടാണ് പോകും. കോഴിക്കോടിന്റെ അടിയൊന്നും അടിച്ചു വരിയിട്ടില്ല അതുവരെ. അവിടെ പാമ്പുണ്ട്, ചേരുണ്ട് ഇറങ്ങണ്ടേ. അപ്പോൾ 2 ദിവസം മുന്നേ പാമ്പിനെ കണ്ടിരുന്നു. അത് അപ്പോൾ കാക്കു ഒക്കെ വൃത്തിയാക്കി ഇടുന്നു കേട്ടോ. ആ കൊഴിവുണ്ടാകുമ്പോൾ ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കും കേട്ടോ. ഒക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ മോതിരം കിട്ടിയതുവാ ഇതോ വിളിച്ചണ്ട താത്ത എന്തോ തോന്നണു പറയും. കാക്കു വിളിച്ചിട്ട് എനിക്ക് കാക്കു വിളിച്ചപ്പോൾ കുറവ് വരും കേട്ടോ മക്കളെ. ഞാൻ ഇതുവരെ കാക്കു ഒന്നും വിളിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾക്കും വേണ്ടിക്കാണ്ട് വിളിക്കുകയാണ്. ബഹുമാനക്കുറവൊന്നല്ല കേട്ടോ. അതങ്ങനെ വിളിച്ചു പോയി. കാക്കുവിനെ പാത്തുവൊന്നും വിളിച്ചു, കാക്കുവിനെ ഞാൻ മൊയ്തുവൊന്നും വിളിച്ചു കേട്ടോ. കൊടുക്ക് ദാഹിച്ചു ഉപ്പാക്ക്. എൻ്റെ മോതിരം കിട്ടിയോ? പാ കുറച്ചും കൂടി പാർന്നു കൊടുക്ക്. അപ്പൊ ഒരു പാട്ടിയിൽ കൊടുന്നു കൊടുക്കും ഷെയ്മോളെ. ആ പൊട്ട കസാലമേ ഇരിക്കണ്ട പൊട്ടും മനുഷ്യ. നിങ്ങളെ താങ്ങാല ശേഷി ഉണ്ടാവും അപ്പൊ അതിന്. കൂലിപ്പണിക്ക് തന്നെ അല്ല ഇപ്പൊ നിങ്ങൾ പോവല്. കാക്കു അറിയാടേ പണിക്ക് പോയി വന്നാലും ഇതന്നെ വെച്ച് പണി. ഇവിടെ ഒരു ഒഴിവില്ലാത്ത പണിയാണ്. ഇന്നലെ ആ പണിക്ക് പോയ ആ ചെക്കന്മാരോട് പറഞ്ഞിക്കണ് ഉച്ചക്ക് ഇനി പെരി പോയാലും ഇതന്നെ പണിയാണ്. കിണറ്റും പണിക്ക് പോയാലപ്പോൾ കുറച്ച് ദിവസമായിട്ട് കേട്ടോ. എന്തേ ചേരാട്ടെ ഇനി വേണം എനിക്ക് പാർന്നൂട് കുറേ നീട്ടി അലിച്ച് കാണ്ട് ഉണ്ടാക്കിക്കണം. അപ്പോൾ ഒരു 3-4 മാങ്ങയൊക്കെ കൊടുന്നിരുന്നു. അതിൽ ലേസം പാലൊക്കെ ഉപയോഗിച്ച് കാണ്ട് നന്നായിട്ട് ജ്യൂസ് അടിച്ചു കേട്ടോ. അമ്മേ അപ്പം എത്ര ക്ലാസ്സായി മനസ്സാ? ഇതൊക്കെ പാടെ എടുക്കാൻ പോണു? ഇച്ചൊന്നുമില്ലേ? പള്ള കട എടുത്തുക മതിയായിട്ടില്ലാന്ന്. എന്നാ 2 കിലോനും കൂടി കൊടുന്നു തരും മാങ്ങ കേട്ടോ. ആകെ 3-4 മാങ്ങ ഉണ്ടായിന്. ആ മാങ്ങ കൊണ്ട് ജ്യൂസ് അടിച്ചാണ്. ഇനി മതിയായിട്ടില്ലല്ലോ. നിങ്ങൾക്ക് എൻ്റെ മോതിരം കിട്ടിയോ? എത്തപ്പം ഈ മോതിരത്തിൻ്റെ കഥ അറിയാം മക്കളെ. കുറേ ദിവസം മുന്നേ ഒരു ചെറിയ മോതിരം ഉണ്ടായിനി. 1 ഗ്രാമൊന്നും ഇല്ല. ആ ഒരു മുതൽ തന്നെ ഉള്ളായിരുന്നു കജുമൽ കേട്ടോ. അപ്പോൾ വല്ല കുടുങ്ങുമ്പോഴും കൊണ്ടേ വിൽക്കരുതി കാണ്ട് പാത്തച്ചതാ ഞാൻ. വല്ല ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാരുതി കാണ്ട് ആരടുത്തും കൈ നീട്ടണ്ടല്ലോ ആ നേരത്തെ എഴുതിക്കാണ്ട്. അങ്ങനെ ഒരു ചെറിയൊരു കമ്മലും ഉണ്ടായിരുന്നു, ഒരു ചെറിയൊരു മോതിരവും ഉണ്ടായിരുന്നു. 1 ഗ്രാമൊന്നുമില്ല. എന്നിട്ട് ഞാൻ നമ്മളാ ജനാലല്ലേ ആ കൊട്ടക്കൈയിൽ വെച്ചേ അവിടെ ഇങ്ങനെ ഊരിട്ട് അതിൻ്റെ തുമ്പ് ഇങ്ങനെ പൊട്ടിയപ്പം പാത്രം കഴുകിയപ്പോൾ കൈമ കുത്തിയിട്ടോ. അപ്പോൾ അവിടെ ഊരി വെച്ചിരുന്നു. അപ്പോൾ എവിടെ ഊരി വെച്ചാലും ഊരി വെക്കണ സ്വഭാവം ഉണ്ട് കേട്ടോ. അങ്ങനെ കുളിക്കുമ്പോഴൊക്കെ സോപ്പ് വരുമ്പോഴേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കാക്കു എടുത്ത് വെക്കലാണ് കേട്ടോ. കാക്കു അങ്ങനെ എടുത്ത് വെക്കും. അപ്പം ഇന്നാൾ വെച്ചപ്പോൾ അത് പിന്നെ കാണാനില്ല. അപ്പം അങ്ങോട്ട് ചാടിക്കണോ സംശയം കൊണ്ട് കുറേ തിരഞ്ഞു നോക്കിയിട്ടോ. 1/2 ഗ്രാം ആയാലും ഇപ്പം നല്ല വിലയാണല്ലോ. ഞാനത് പാത്ത് വെക്കലാട്ടോ. ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും ഞാനത് എടുക്കലില്ല. എന്താ വെച്ചാൽ ഹോസ്പിറ്റൽ കേസിനെ എമർജൻസിക്കൊക്കെ എടുക്കാമെന്ന് കരുതിക്കാണ്ട് നമ്മൾ ഈ പൈസയും കായില്ലാത്ത പോലെയല്ലേ മക്കളെ. കുടുങ്ങണ നേരത്തെ ആരോടെങ്കിലും ചോദിച്ചാലും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ആ നേരത്തെ ആ ഒരു നുള്ളു കൊണ്ടേ കൊടുത്താലും കിട്ടുമല്ലോ പൈസ എഴുതിക്കാണ്ട്. ജില്ലാസ്പത്രി ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ജില്ലാസ്പത്രിക്ക് പോയാലും തന്നെ അല്ലേ ടെസ്റ്റ് മുഴുവനും പുറത്തുക്കാരും.
കൊച്ചുമാരെ പൊല്ല് പറഞ്ഞു. ആ ഓളെ പല്ല് പറഞ്ഞിക്കണ കേട്ടോ മക്കളെ. വെല്ലിമ്മ ആയിക്കണു പല്ലൊക്കെ പറഞ്ഞുകാണ്ട്. ഓൾക്ക് ജനിച്ചപ്പോഴ് പല്ലുണ്ട് കേട്ടോ. ജനിച്ചപ്പോ ഓൾക്കും ലിനൂനും പല്ലുണ്ട്, 2 പല്ല്. മിന്നൂനും പൊന്നൂനും ഉണ്ട്. ഇല്ല പൊന്നൂനും മിന്നൂനില്ല. അപ്പൊ ഇവിടെയൊക്കെ ഒന്നും വൃത്തിയാക്കണ പണിയാണെന്ന് ഇപ്പൊ കാക്കൂന്. ആ കൂടി കൊടുക്ക് പാത്തുവോന്നുണ്ടാവൂലേ. പാത്തൂന് അവത്ത് കുറേ പണിയുണ്ട് കേട്ടോ. ചോറും ചാറും ഉണ്ടാക്കണ പണി. മക്കള് 2 ഉറങ്ങിക്കണ്, ബേബിയാള്. തെങ്ങ് കണ്ടോ, അത് മേലത്തെ കാക്കു തന്നാട്ടോ. ആ വീട്ടിലെ ഓല തെങ്ങ് കണ്ടോ. ആ 2-3 തേങ്ങയൊക്കെ ചാടുമ്പോളേ എടുത്തോളി പറയലുണ്ട് കേട്ടോ. അവിടെ ഏത് കാക്കയാല് ഇത് നാസറാക്ക വിളിച്ചിന് എന്തിയാവോ? ആ ടാങ്ക് മോറാനോ? ജ്യൂസ് അടിച്ച മാണമ്മാ, ഡീഹൈഡ്രേഷൻ വരുന്നു പറഞ്ഞീന്. അടിച്ചോരിയിട്ടില്ല കേട്ടോ മക്കളെ, അങ്ങോട്ട് നോക്കണ്ട. റൂമേ ആ തലക്കത്തും ഈ തലക്കത്തും കോരിട്ടിട്ടോ. എന്നിട്ട് ഇപ്പൊ പോയപ്പോ പൗതി അയക്കണ്. പൗതി പറഞ്ഞാ പിന്നെ അറിഞ്ഞു. ആ ഓല് വെട്ടി തരാൻ പറ്റില്ല. വേ മാന്തിക്കോളി. പിന്നെ മോതിരം കിട്ടുകയാണെങ്കിൽ അൽഹംദുലില്ലാ അള്ളാനെ സ്തുതിച്ചട്ടെ. ഞാൻ മറക്കൂലേ. ഒരു 1/2 ഗ്രാം ആണെങ്കിലും ഇപ്പൊ എന്താ റേറ്റ് സ്വർണത്തിന്? ഒരു 5 ഉറുപ്പിക അതായില്ലേ. അല്ല സത്യത്തിൽ ആ മോതിരയിലേ പോയി. നിങ്ങൾ കണ്ടീനിയോ? നടന്ന് മലേഷ്യക്ക് പോയി കാണാൻ പോയി. നടന്നുകാണ്ട് പോയി തന്നെ ചെയ്തോ? ആ പോയ വൈജി പിന്നെ കണ്ടിട്ടില്ലേ ഞാനേ. ഇപ്പൊ നയാ പൈസ ഇല്ല പറഞ്ഞ മാതിരി ഒരു 1/2 ഗ്രാം ഒരു പൊട്ട് പൊന്നും കൂടി ഇല്ലാതായി മേത്ത്. പൊന്നൂന്റെ മിന്നുവിന്റെ കാതുത്താൻ ഇപ്പല്ലല്ലോ, മറ്റേ ഇപ്പേനി കാതുത്തീനത്. ഷെയ്മോളത്, ഇച്ചുവിൻ്റെത്, ലിനുവിൻ്റെ എത്തിയിട്ടില്ല അല്ലേ ഇപ്പ മരിച്ചു അല്ലേ. എൻ്റെ ഇപ്പട്ട മക്കളെ ഇപ്പയാണ് കാത് കുത്തല്. എല്ലാവരും കാതും കുത്തിച്ച് സ്വർണ്ണ ഇട്ട് കൊടുക്കൽ ഇപ്പയാണ്. ഇപ്പം മരിച്ചു പെട്ടെന്ന്. നെഞ്ചുവേദന ഇക്കാണ്ട്. നമ്മളെ കോയലും കിണറാട്ടോ. അവിടെ ഇലയൊക്കെ വൃത്തിയാക്കും കേട്ടോ. അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ഈ മഹാഗണിൻ്റെ ഇല ചാടിയതാട്ടോ. എന്നും അടിച്ചു വരിയാലും അതുപോലെ ഉണ്ടാവും. 10 മിനിറ്റ് കഴിഞ്ഞാൽ അതുപോലെ ഉണ്ടാവും വൃത്തിയേട്. ഓക്രാച്ചി പറഞ്ഞാൽ എന്താ? കൂറാച്ചി അല്ലേ? ഈ ചിരട്ടയൊക്കെ ചാക്കിലാക്കണം. ഇനി എന്നാ അടുപ്പ് കത്തിച്ച ആ ഒരു നുള്ളുണ്ട്. മഴ പെയ്യുമ്പോൾ പാത്തക്കണം. അത് ഇനി നമുക്കേ മെല്ലെ അടുപ്പിൻ്റെ ചോട്ട് കൊണ്ടുവച്ചാൽ മതി. ചേറ്റ വിൽക്കണ് പോയിക്കോ അവിടുന്ന്. പൈസ 10 ഉറുപ്പിയേ? എത്ര 10 ഉറുപ്പിക കൊണ്ട് കിട്ടുക? കുറേ സാങ്ങി തിന്നാനോ? ഇങ്ങോട്ട് നോക്കിയേ, ഒരു നല്ല കോഴിക്കൂട് വാങ്ങി തരിക. അല്ലാന്നുണ്ടെങ്കിൽ ഇച്ച് വേണ്ട നീ ആ കോഴിക്കൂട്. ആ കോഴിക്കൂടുന്നല്ല കോഴിക്കളെ പിടിച്ചോണ്ടായത് മനസ്സാ. ഏത്? അത് പൊട്ടി പൊളിഞ്ഞുങ്ങണ അതിന്റെ അടിയൊക്കെ. എൻ്റെ മക്കളെ ആ കറമ്പി കോയിനെയും അതിൻ്റെ കുട്ടീനെയും ഒക്കെ കൊണ്ടുപോയി. കുട്ടീനല്ല തള്ളക്കോയിനെ അല്ലേ. സങ്കട കാല് 2 മുറിച്ചിട്ടിക്കുക. വേണ്ട കോഴിക്കോൾ. നിങ്ങൾ നല്ല കോഴിക്കൂട് വാങ്ങി തരുമെങ്കിൽ ഇനി മതി. പോയി എന്താ കോഴിക്കൂട് അതിന് തന്നാല്? കാക്കു രാവിലെ ഇവിടെ ഉണ്ടായാലും ഇതൊക്കെ കേട്ടോ. അങ്ങനത്തെ സേവന ഭാരങ്ങൾ ഇനി ഇവിടെയൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ട് ഞാൻ കാണിച്ചേൻ്റെ കേട്ടോ. കുറെ തിരുമ്പിടാനൊക്കെ സഹായിച്ചു കേട്ടോ. തിരുമ്പിക്കാണ്ട് അവിടെ കൊണ്ടുപോയിട്ട് കിടഞ്ഞ് തോരടണ പണി ഷെയ്മോക്കാം. ഷെയ്മോള് തോരട്ടൂട്. ബേബിയാള് പോണരും. അപ്പോൾ നമ്മള് ഇതോടെ ഓരോരുത്തർക്കും ഓരോ പണി കേട്ടോ മക്കളെ. വീഡിയോസ് എഡിറ്റ് ചെയ്യണ പണി നമ്മളെ ഋതുവിനെ. ഷെയ്മോള് ഇനി തുടക്കണേ അടിച്ചു വരണേയും ഒക്കെ പണിയാണ്. നമുക്ക് ഇനി ബേബിയാളെ കുളിപ്പിച്ച ബേബിയാൾക്ക് തിന്നാൻ കൊടുക്കുക, ചോറുണ്ടാക്കുക, ചാറുണ്ടാക്കുക, മീൻ പൊരിക്കുക, മീൻ നന്നാക്കുക. പറഞ്ഞോ എവിടെ? നമ്മളെ താത്ത തന്നല്ലേ. താത്താനോട് ഹായ് പറഞ്ഞാന്ന്. അസ്സലാമു അലൈക്കും പറ. എവിടെയല്ല താത്തയാണ് അറിയാം എനിക്ക്. ആ താത്ത തന്നാ ഷാള്. ഏതായാലും ഒരു പഴയ മെഷീനൊക്കെ അല്ലോണ്ട് അങ്ങനെ തിരുമ്പി അഡ്ജസ്റ്റ് ചെയ്ത് പോണു കേട്ടോ മക്കളെ. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഊരേതായാലും വളഞ്ഞിക്കും. മഴക്കാരൊക്കെ ഉണ്ടല്ലേ. ഞങ്ങളവിടെയൊക്കെ മഴയുണ്ടോ മക്കളെ? ഇവിടെയൊക്കെ മഴക്കാറുണ്ട്. മഴ ഒന്ന് പെയ്ത് കിട്ടിയാൽ മതി. ചൂടോണ്ട് ഇന്നലെ കിടന്നുറങ്ങിയിട്ടില്ല.
നേരം വെളുക്കോളം നാരങ്ങളാണ് മക്കളെ. ഇവിടെ ഞാനൊരു കുടുക്ക ഉണ്ടാക്കി വെക്കും അന്തിക്കേ. പാൽ കുടിച്ചാലൊന്നും അവർക്ക് പോരാ. ഇവരിങ്ങനെ ഇന്നലെ ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ടോ. അപ്പോൾ ഷായി ഇപ്പോൾ കമൻറ്റ് ഇടും കേട്ടോ. ആയിത്ത എന്നും ആസ്പത്രി ഗ്ലൂക്കോസ് ഏറ്റലാണ് എഴുതുവാ, എന്നും ആസ്പത്രി ഗ്ലൂക്കോസ് ഏറ്റലാണ്. ഞാൻ പറഞ്ഞു കമൻറ്റ് എടുത്തു ഞാൻ. നിങ്ങളെ കണ്ടിട്ട് കുറേ കാലമായല്ലോ പറഞ്ഞു ഞാൻ. നിങ്ങൾ എന്താ കമൻറ്റ് ഇടാത്തരുത് കാത്തുക്കേനി പറഞ്ഞു. ഇന്നലെ പോയി മക്കളെ അല്ലേ കാക്കുക? ഇന്നലെ പോയില്ലേ? ഇഞ്ചക്ഷൻ വെച്ച് ഇന്നലെ ഇഞ്ചക്ഷൻ വെച്ച് ഗ്ലൂക്കോസ് ഏറ്റില്ല അല്ലേ? നല്ല പോന്നു. അപ്പം എന്താന്നോ ഡോക്ടറും പറയുന്നുണ്ട്, ഇമ്മാതിരി ചൂടല്ലേ മോളെ, നന്നായിട്ട് വെള്ളം കുടിക്ക്. ബേബി ഉണ്ട് പറഞ്ഞു ഞാൻ കേട്ടോ, ടിൻസ് ബേബി. ഓ 2 ബേബിയാൾക്ക് പാല് കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ ചൂടും. അപ്പോൾ മൂത്രച്ചൂടൊക്കെ ഉണ്ടാവും. പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇന്നലെ മൂത്രച്ചൂടും തലവേദനയൊക്കെ ആയിട്ടാ പോയിന് കേട്ടോ. എവിടേക്ക് നോക്കുക? എൻ്റെ ഒരു ഭാഗ യന്ത്രമാണ് മക്കളെ അത്. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഊരൻ്റെ നെട്ടും പോയിട്ടും പോ നോക്കും. അപ്പൊ അങ്ങനെയൊക്കെയാണ് എത്താ മക്കളെ കാട്ടണ. ആസ്പത്രി കേസ് തന്നെയാണ് അല്ലേ കാക്കുക? ഇന്നലെ അയച്ച പൈസ എന്തായാലും എന്നോട് അറിയാം. ഇന്ന് വെള്ളിയാഴ്ച കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചെറിച്ചറൊക്കെ കുട്ടികളോടെ ആസ്പത്രിക്ക് പോയ പറയാം, പാത്തോ നാളെ ഒരു ഇറച്ചിയാകാല പൈസ അറിഞ്ഞ് ചിരിച്ചിട്ടുണ്ട് കേട്ടോ. പറഞ്ഞതേ അവിടെ പോയി 400-500 റുപ്യ കൊടുത്തു കേട്ടോ ആസ്പത്രിയിൽ പോയിക്കാണ്ട്. പിന്നെ ജില്ലാ ആസ്പത്രിയിൽ പോവാൻ മക്കളെ. അപ്പം നേരം വെളുക്കോളം നിൽക്കേണ്ടി വരും. നമ്മൾ പൊന്നൂനും മിന്നൂനും ലിനൂനും ഇച്ചൂനും ഒക്കെ ഷെയ്മോളെടുത്തു റിതുവിൻ്റെ അടുത്ത് വിട്ടുകാണ്ടാ പോണ് കേട്ടോ. അപ്പോൾ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അവിടെ കാക്കു പറയലാണ് ഡോക്ടറോട്, 1 മണിക്കൂർ 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് കഴിച്ചു തരുമോ അത് ചോദിക്കല. അല്ലാന്നുണ്ടെങ്കിൽ കഴിച്ചൂല. കാക്കുല്ല ദിവസം ഇതൊക്കെ തന്നെ കേട്ടോ. അങ്ങോട്ട് നോക്കിയ മക്കളെ ആകെ ഇലകൾ നന്നാക്കിയാലും പിന്നെ ഉണ്ടാവും. ആ പാമ്പേഴ്സിൻ്റെ കവറൊക്കെ ആ ഷെയ്മോള ആ ജനാൽ കൂടെ ഇടുന്നതാണ്. ഓലെ കോട്ടക്കുന്നും ക്യാൻസലായി. ഇപ്പച്ചിരി 1 കിലോ ഇറച്ചി ക്യാൻസലായി. അമ്മച്ചി കോട്ടക്കുന്നേക്ക് പോയതുകൊണ്ട് ഞങ്ങളെ കോട്ടക്കുന്ന് അല്ല അമ്മച്ചി ആശുപത്രിക്ക് പോയതുകൊണ്ട് ഞങ്ങളെ കോട്ടക്കുന്ന് ക്യാൻസർ എന്നല്ല പറയാ. ക്യാൻസർ എന്റെ മുടി ഒന്ന് കെട്ടിക്ക. എപ്പോഴും എന്റെ മുടി അങ്ങനെയാണല്ലോ. മുടി മുറിച്ചു തന്നിട്ടും ഇങ്ങനെ തന്നെ. അതൊക്കെ ശരിയാക്കി വെച്ച ഷൈമോളെ അപ്പച്ചിനെ കൂടി കൊടുത്താ അതൊക്കെ വാരി വലിച്ചിട്ടാട്ടോ. ആ ബേസ് പിന്നെ നമ്മൾ മൂത്രത്തിൻ്റെ ഇത് കൊടുന്ന് വെച്ചാട്ടോ ഡ്രസ്സൊക്കെ തിരുമ്പാൻ. മറ്റേ ഞാൻ ആ റോസ് ബേസ് ഞാൻ അതിൽ വെള്ളം വെച്ച് കൊടുക്കലാട്ടോ. കോഴിക്കളും കാക്കകളൊക്കെ വന്ന് കുടിച്ചും. ഭയങ്കര ചൂടല്ലേ മക്കളെ, നമുക്ക് മാത്രമൊന്നല്ലല്ലോ ദാഹം. നമ്മളെ പൊന്നും മിന്നും ഒക്കെ അല്ലേ അങ്ങനെ കരിയിട്ടോ. അപ്പോൾ വെള്ളത്തിനാണ് കരിയുന്നതേ. ക്ഷേമള അതൊക്കെ കൂടി കൊടുത്തപ്പാക്കൊക്കെ വൃത്തിയാക്കി വെച്ച വേഗം. കിൻഡർ ജോയ് റിതുവാ ജോടെ അപ്പൊ ഇന്ന് ഓരോരുത്തർക്കും ഓരോ പണിയാണ്. റിതുവാ എഡിറ്റ് ചെയ്തോ? വ്യൂസ് ഒക്കെ നല്ല കമ്മിയുണ്ട്. 2-3 കമന്റ് ബോക്സ് ഓഫാട്ടോ. പിന്നെ നമ്മളെ കല്യാണങ്ങളൊക്കെ അല്ലേ, ചക്കരമോളെ കല്യാണമൊക്കെ ആയോണ്ടേ ഞാൻ കാണലുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ പറയലുണ്ട്, ഉമ്മയും മോനും എല്ലാ വീഡിയോസും നിങ്ങൾ കാണലുണ്ടോത്താന്നിങ്ങനെ 2-3 പ്രാവശ്യം കമൻറ്റ് വന്നിരുന്നു. നൗഫലിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കാണലുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ഹോസ്പിറ്റലിലൊക്കെ പണിയെടുത്താന്നേ അന്ന് ടിക്ടോക്ക് രാജകുമാരനായിരുന്നു അല്ലേ ഇതോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ വീഡിയോസൊക്കെ ഞാൻ കാണലുണ്ട്. എല്ലാവരും ചോദിച്ചിരുന്നു. അപ്പോൾ ചക്കരൻ്റെ കല്യാണമൊക്കെ ആയിട്ടേ എത്ര കരിയണ് അടുപ്പത്തെത്താടാ? അള്ളാഹുവേ അളക്കടാ ചക്കരെ. ആ കൊട്ടക്കയിൽ കേക്കിക്കാണ്ട് ഇങ്ങനെ അളക്കിക്ക മനമുത്ത് സിമ്മാക്കടാ. അതെങ്ങനെടാ അത് നടക്കുവോ? മനമുത്തല്ലേ അത് ഉറക്ക്. ഇത് മറ്റേതല്ല മച്ചിയെ പാ കൊടുത്തളാ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കഥകള്. അപ്പോൾ എല്ലാവരും ഞാൻ കമന്റ് ബോക്സിലൊക്കെ പോയി നോക്കിട്ടോ. അപ്പോൾ ഫുള്ള് നമ്മളെ ഇത്താത്തന്മാരാണ്. ഒക്കെ കുളി കഴിഞ്ഞ് ചോറ് നിന്നുകാണ്ട് ഇരിക്കുക കല്യാണം കാണാനും മക്കളെ. അപ്പൊ നമ്മളതിൽ ആരുമില്ല. എന്നാലും അൽഹംദുലില്ലാ കല്യാണമൊക്കെ ഉഷാറായി നടന്നു പോയല്ലോ. നമ്മളെ പോലെ ഒരു കുട്ടി തന്നെയല്ലേ, ഉഷാറാട്ടെ അല്ലേ.
ജീവിതമൊക്കെ നല്ല ബർക്കത്തുണ്ടാകട്ടെ കുടുംബജീവിതം. ഷെയ്മോളെ കത്തി കരിഞ്ഞ് മണക്കണൂടി മണ്ടി ചെല്ലും മട്ടി. ഇനി അടി അളക്കണ്ട കേട്ടോ. മനസ്സാ നിങ്ങളിത് ഇന്ന് നന്നാക്കിയാ നാളെ ഇതുപോലെ ഇങ്ങോട്ടാവും ഇല്ലേ? ആക്കുവോ? എന്നാ ഇനി കഞ്ഞിയും ചമ്മന്തിയും നിന്നാലേ ഇതോ മാങ്ങാ ചമ്മന്തി. എന്നാ ഏതായാലും കൂട്ടാനൊന്നുമില്ലല്ലോ അപ്പൊ ചമ്മന്തി. ആ മീനുണ്ടല്ലേ ഇന്നലെ വാങ്ങിവെച്ചെന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പൊ സിലോപ്പി വാങ്ങിവെച്ചുണ്ട്. എന്താ വെച്ചാല് ഇന്ന് വെള്ളിയാഴ്ച മീൻകാരൊന്നും വരൂല. ആരത്? പോസ്റ്റ്മാനെ കാണുമ്പോത്തിന് പേടിയാ. പോസ്റ്റ്മാൻ അതില് നാസറാക്കാൻ്റെ മേലെ കയറി പോയിട്ടോ. ഇതോ അടിച്ചാൻ കൊടുക്കണ ആളല്ലേ? അത് കയറി പോയിട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ മാറി നിന്നു. അപ്പൊ എന്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു. അല്ല ഇങ്ങക്കില്ല, അന്ന് ഇങ്ങക്കില്ല. അപ്പൊ ഓന് കത്തന്ന് ഓനും കൊയങ്ങിണ്. കത്ത് വാങ്ങി ഞാനും കൊയങ്ങി. ഒപ്പിട്ട് ഉമ്മാനെ കജ്ജി ഇങ്ങനെ അപ്പം എത്രയൊക്കെ ഉള്ളു ചോട്ടോ ഇന്നത്തെ വീഡിയോ മക്കളെ. ഇനി ഇവിടെ ക്ലീൻ ആക്കിയിട്ടൊന്നും കാണിച്ചു തരാം ഞാൻ. ഇതാനേ അടുത്ത എൻ്റെ പണിയാണ്. ഇത് എഡിറ്റ് ചെയ്തോണ്ട കേട്ടോ. ഇജിപ്പോൾ എടുക്ക കുളിച്ച് സുന്ദരനായി കാണു പോണു. പള്ളിക്ക് പോകാനായിട്ടില്ലല്ലോ. അത് നാസറാ കുളിച്ചിന് അടുപ്പ് ശരിയാക്കാൻ. അടുപ്പോ? എന്ത് ശരി അടുപ്പിൻ്റെ ഉള്ളിൽ കരി കുടുങ്ങിക്കാണ്ട് ശരിയാക്കിയോ? എന്നാലേ ഉമ്മാൻ്റെ കുട്ടി ഇത് എഡിറ്റ് ചെയ്തോണ്ട കേട്ടോ. അച്ഛൻ ഇനി അടുക്കളയ്ക്ക് പോട്ടെ. ഞാൻ ആ ചോറ് കഞ്ഞിയായില്ലേ. ഇനി ഞാൻ കൂട്ടാനും ചോറൊക്കെ ഉണ്ടാക്കട്ടെ. വെള്ളിയാഴ്ച അല്ലേ നേരത്തെ പോണ്ടെങ്കിൽ പള്ളിക്ക്. പാപ്പാക്കും മാനും ആ ഒരു പാട്ട ജ്യൂസ് കുടിച്ചു. അതന്നെ ഓൻ്റെ ഇന്നത്തെ കാര്യമായിട്ട്. വാ ഇപ്പാക്ക് കൂടി കൊടുക്കട്ടെ. ഞാൻ കുറച്ച് വന്നു ഇപ്പോൾ കൊയങ്ങിക്കണടാ. നേരം വെക്കുമ്പോൾ തുടങ്ങിയാണ്. ബാ 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 ബാ. ഞാൻ പോയിട്ട് കാര്യമില്ല. ആ മണ്ണും കൂട്ടി അടിച്ചേ. അതില്ലേ നിങ്ങൾ ചെയ്തോളി. അപ്പൊ അതേ മണ്ണ് കൂട്ടി അടിച്ചോ. മണ്ണ് കൂട്ടി നിങ്ങൾ അടിച്ചോളി. ഈ പെരമത്തെ മണ്ണ് മുഴുവൻ അടിച്ചരച്ച് വെച്ച ഞാൻ കൊയ്ക്കണ്. മണ്ണ് കൂട്ടി അടിച്ചല്ലോ. ഞാൻ എത്രയപ്പോ ഇവിടെയൊക്കെ നന്നാക്കി. കാക്കുതൊക്കെ നന്നാക്കി തോന്നുന്നു. ഞാൻ പോരല്ല എന്നാ പോരെങ്കിൽ ഓരെന്നെ അടിച്ചോരിക്കോട്ടെ. അല്ലാത്ത ഞാൻ കൊയങ്ങിക്ക. നമുക്ക് ഇനി ഇന്ന് ഗ്ലൂക്കോസ് ഏറ്റാൻ പോണോ? ഞാൻ പോണറിയുക നമ്മട്ടി അടിച്ചോരി. ഞാൻ അടിച്ചോരിക്കൂടി. അവൾക്ക് ഞാൻ അടിച്ചോരിയെ പോരല്ല മക്കളെ. ഇവിടെയൊക്കെ ഞാൻ അടിച്ചോരി. അതൊന്നും അടിച്ചോരിയാൽ നന്നായിട്ടില്ലല്ലോ. എന്നാ ഓല അടിച്ചോരിക്കോട്ടെ. ഞാൻ അടിച്ചോരിക്കൂട്. നീട്ടിയാണ് അടിച്ചോരിക്കൂട്. ഏതായാലും പെണ്ണുങ്ങൾക്കൊക്കെ സുഖം ആരംഭടുത്തെ. വേറെ ഇതുവാ അതൊന്നും പോരാ. കാക്കൂന് പോരാട്ടോ. കാക്കൂൻ്റെ മുഖം നന്നായിട്ടില്ല. പാക്കന്നെ കൊടുത്തളാ. പഠിച്ചോരി കൊടുക്കലും പോരാ. ഞങ്ങളിപ്പോൾ വീഡിയോ എടുക്കും. ഇപ്പം എടുക്കും വീഡിയോ. നിങ്ങൾക്ക് പേടിയില്ലല്ലേ? അതൊക്കെ പണ്ടില്ലേ. ജമീലാത്ത ഞാൻ മേലെ നിന്നലെ ഷോട്ട് എടുത്തപ്പോഴേ കുട്ടികളറിഞ്ഞ് പറയാറിഞ്ഞ്. അപ്പം ഞാൻ അവിടെ നിന്ന് കണ്ടു ജമീലാത്ത ഞങ്ങളെ ഒരു സൈഡ് പെട്ടുകണ് കുഴപ്പമുണ്ടോ ചോദിച്ചു.
പാഞ്ഞിട്ട് ഇങ്ങോട്ട് ഔത്ത് കയറി അവടി എന്നെ കട്ട് ചെയ്യിട്ടോ എന്നെ കട്ട് ചെയ്യ് ഡിലീറ്റ് അടിച്ചാളായിരുന്നു. ഞാൻ പറഞ്ഞു ഡിലീറ്റ് അടിച്ചാൽ പറ്റില്ല, നല്ലൊരു വീഡിയോ ആണ് കാരണം. അവിടെ ഞാൻ നിൽക്കവച്ച് വാന്ന് തോന്നി. ഞാൻ പറഞ്ഞു കുട്ടികൾ കളിയാക്കുകയാണ് ജമീലാത്ത, നിങ്ങളൊന്നും നമ്മൾ വീഡിയോയിൽ ഇടൂലായിരുന്നു ഞാൻ. അത് നമ്മളവിടെ മേലെ പെരീത്തൊക്കെ ആക്കിയാണ് പറയണ കേട്ടോ. കളിച്ചോട്ടെ. അപ്പം എത്രയൊക്കെ ഉള്ള നമ്മളെ വീഡിയോ ഇട്ടോ. അവസാനം അത് വൈജും കൊജും ആക്കാൻ കാക്കുക തന്നെ വേണ്ടി വന്നു കേട്ടോ. കാക്കും ഇങ്ങനെ തന്നെ ഇട്ട മക്കളെ, ഒഴിവുണ്ടാകുന്ന സമയമൊക്കെ അവിടെയും ഇവിടെയും ചെത്തി കോരി കജും കാലൊന്നും ഒഴിഞ്ഞിക്കൂല കേട്ടോ. പണിക്ക് പോയി വന്നാലും ഇതൊക്കെ തന്നെയാണ് പണി. പുതിയ വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.